ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു ട്രാവൽ പോണതാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രാവലിംഗ് ആണ് കേട്ടോ. ട്രെയിനാണ് നമ്മൾ പോണത്. ആലുവ ടു കോയമ്പത്തൂർ ആദിയോഗി അവിടെയാണ് നമ്മൾ പോയത്. അപ്പോൾ ട്രെയിൻ ടിക്കറ്റ് തന്നെ രണ്ട് കൊടുത്തതും കൂടിയിട്ട് അങ്ങാടും ഇങ്ങാടും കൂടിയിട്ട് 900 വന്നുള്ളൂ. അവിടെ നിന്ന് നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അവിടെ നിന്ന് ബസ്സിനാണ് പോയത് കേട്ടോ. ബസ്സിന് അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് ഒരു 100 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ ഓട്ടോന് പോകാം. അവിടെ ചെന്ന് ബസ് നേരെ ഇവരുടെ ഈ ആദിയോഗിയുടെ ഈ സെൻറ്ററിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തും. അവിടെ നിന്ന് നമ്മൾ ആദ്യം തന്നെ അവിടെ ഒരു അമ്പലമുണ്ട്. എല്ലാവർക്കും അറിയാൻ പറ്റിയിരിക്കും, പോയിട്ടുണ്ടാവുമായിരിക്കും. ആദിയോഗി ആ സ്റ്റാറ്റു അതിൻ്റെ ബാക്കിലായിട്ടൊരു അമ്പലമുണ്ട്. അവിടെ നമ്മൾക്കൊരു ഓരോ സൂര്യകുണ്ട് അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ട്. അതിൽ നമുക്ക് സ്നാനമൊക്കെ ചെയ്യാം. അപ്പം ഞാൻ കുളിച്ചായിരുന്നു, അവരാരും കുളിച്ചില്ലായിരുന്നു. ഞാനതിൽ കുളിക്കുകയൊക്കെ ചെയ്തു. ഭഗവാന്റെ മഹാദേവൻ്റെ മഹാദേവൻ്റെ ബിംബമൊക്കെ ഉണ്ടായിട്ടുള്ള നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട്. അതേപോലെ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് മെഡിറ്റേഷൻ സെൻറ്ററുകളൊക്കെ ഉണ്ട്. അതേപോലെ കുറേ ഫുഡിൻ്റെ സ്പോട്ടുകളൊക്കെ ഉണ്ട്. അത് നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെ ഒരു അന്തരീക്ഷമായിരുന്നു അതിൻ്റെ ഉള്ളിൽ. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് പോണത്. എന്തായാലും പോയപ്പോൾ ഞാൻ സാധാരണ നോർമലി യൂട്യൂബിലൊക്കെ ഇതേ കണ്ടുള്ളൂ. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ അലൗഡ് അല്ല. നോർമലി യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മുടെ ഈ ഒരു ഭഗവാന്റെ പ്രതിമ ഇത് മാത്രമേ കാണാറുള്ളൂ. പക്ഷേ ഇതിൻ്റെ ബാക്കിലായിട്ട് ആ ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് വൈബ് വേറെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഷോയാണ്. ഒരു 7 o'clock ആകുമ്പോഴത്തേനൊക്കെ തുടങ്ങും. ഒരു 15 മിനിറ്റൊക്കെ ഉള്ളൂ. നമ്മൾക്ക് യോഗ അതിനെ പറ്റിയിട്ട് വന്നതും പിന്നെ അർദ്ധനാരീശ്വരന്മാർ അങ്ങനെ പാർവതി ദേവിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു 15 മിനിറ്റുള്ള ഒരു ലൈറ്റ് ഷോ ആയിരുന്നു. പക്ഷെ സൂപ്പറായിരുന്നു. ആരെങ്കിലുമൊക്കെ പോവാത്തതുണ്ടെങ്കിൽ ഒരു 1 day ട്രിപ്പായിട്ട് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. ലൈറ്റ് ഷോ ഒക്കെ സൂപ്പറാണ്. അതേപോലെ തന്നെ അവിടുത്തെ ക്ലൈമറ്റ് നീറ്റ്നെസ്സൊക്കെ പറയാണ്ടിരിക്കാൻ വയ്യ. വളരെ തുച്ഛമായിട്ടുള്ളൊരു ട്രാവലിംഗ് എക്സ്പീരിയൻസ്. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് വരാം. വലിയ പൈസ ഒന്നും ആയില്ല. ഞങ്ങൾക്ക് ഏതാണ്ട് 900 above ആണ്. അങ്ങാടും രണ്ട് സൈഡും കൂടി വന്നുള്ളൂ. പിന്നെ ഫുഡാണ് നമ്മൾ നോക്കി കഴിക്കുക. പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് ഫുഡിന് എക്സ്പെൻസായി. അതല്ലാണ്ട് ട്രാവലിംഗ് വലിയ കുഴപ്പമുണ്ടായില്ല. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അതിൽ ആദിയോഗി വരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോ സ്റ്റാൻഡിലേക്ക് ബസ് സ്റ്റാൻഡിലേക്ക് 100 രൂപ ഉണ്ടായുള്ളൂ. അവിടെ നിന്നിട്ട് നമുക്ക് നേരിട്ട് അവർ ആദിയോഗിയുടെ ആ സെൻറ്ററിൽ തന്നെ കൊണ്ടുവന്ന് ഇറക്കിത്തരും. അവിടെ നിന്ന് ഒരു 1/2 hour കൂടുന്തോറും ബസ് തിരിച്ചുണ്ടാകും. പിന്നെ നല്ല തിരക്കായിരിക്കുള്ളൂ. നമ്മൾ നിന്നൊക്കെ പോരേണ്ടി വരും. എന്നാലും ട്രാവലിംഗ് എക്സ്പെൻസ് യൂബറൊക്കെ വിളിച്ച് പോകണേക്കാളും എളുപ്പമാണ്. യൂബറൊക്കെ വിളിച്ച് പോകുമ്പോൾ അതിനുണ്ട് 600 above ഒക്കെ. ഇത് 150 ഒക്കെ above 4 പേർക്ക് വന്നുള്ളൂ. ഭയങ്കര ലോ കോസ്റ്റ് ബഡ്ജറ്റിൽ പോയി വരാവുന്ന ഒരു വണ്ടി ട്രിപ്പൊക്കെയാണ്. പിന്നെ ആദിയോഗി സെൻറ്ററിലും അത് കാണാണ്ടിരിക്കാൻ പറ്റാത്തൊരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഫസ്റ്റ് ടൈമാണ്. പക്ഷേ അതിൻ്റെ ബാക്കിൽ അമ്പലത്തിൻ്റെ ഉള്ളിലൊരു പോസിറ്റീവ് എനർജി പറഞ്ഞറിയിക്കാൻ വയ്യ. അവിടുത്തെ ഗുണ്ടിലെ കുളിയും എല്ലാം ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ എൻ്റെ ചെറിയൊരു ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഓൺ വോയിസ് എടുത്തൊരു ട്രാവലിംഗ് വീഡിയോ ഇടുന്നത്. എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. അടുത്ത വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എത്രയേ ഉള്ളൂ. ഓക്കെ.